അടുത്ത ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിലിണ്ടറിക്കൽ ആൻഡ് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ്. നമുക്കറിയാം 2 ഡയമെൻഷനിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിനെ രണ്ട് രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. 2 ഡയമെൻഷൻ പ്ലെയിൻ ആയി ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കോർഡിനേറ്റ്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യും, എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്. അപ്പൊ ഇങ്ങനെ ഏത് പോയിന്റിനെയും എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ് ഇതിൽ എന്തായിരുന്നു എക്സ് നേരെ ഇങ്ങനെ താഴോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റ് ആണ് എക്സ്, അതേപോലെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് വൈ. അപ്പൊ ഏത് പോയിന്റിനെയും ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നതിന് നമ്മൾ കാർട്ടീഷ്യൻ ഫോം എന്നാണ് വിളിച്ചത്. ഇതേപോലെ 2 ഡയമെൻഷനിൽ ഏത് പോയിന്റിനെയും നമ്മൾ പോളാർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. പോളാർ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിനെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒറിജിനിലോട്ട് കണക്ട് ചെയ്യും. ഈ ഡിസ്റ്റൻസിനെ R എന്ന് എടുക്കും, എന്നിട്ട് ഈ ആംഗിൾ തീറ്റ. അപ്പൊ ഇതേ പോയിന്റിന് സെയിം പോയിന്റിനെ നമ്മൾ ആർ തീറ്റ എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന കാർട്ടീഷ്യൻ ഫോമും രണ്ടാമത് ഞാൻ പറഞ്ഞ പോളാർ ഫോം എന്ന് വിളിക്കും. പോളാർ റെപ്രസെന്റേഷനും കാർട്ടീഷ്യൻ റെപ്രസെന്റേഷനും. ഇനി ഇവര് തമ്മിലുള്ള കണക്ഷൻ ഇതാണ്. ഇപ്പൊ രണ്ടും ഒരേ പിക്ചറിലോട്ട് ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആർ, ഈ ആംഗിൾ തീറ്റ, ഇത് എക്സ്, ഇത് വൈ. സോ ഈ റൈറ്റ് ട്രയാംഗിൾ നമുക്ക് കിട്ടും x by r is equal to cos theta or x is equal to r cos theta. അതേപോലെ y is equal to r sin theta. സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ x square plus y square is r square. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ tan theta is equal to y by x. ഇതാണ് ഈ കാർട്ടീഷ്യൻ ഫോമും പോളാർ ഫോമും തമ്മിലുള്ള കണക്ഷൻ ഇൻ 2 ഡയമെൻഷൻ പ്ലെയിൻ. 2 ഡയമെൻഷൻ പ്ലെയിനിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. ഒന്ന് കാർട്ടീഷ്യൻ ഫോം, രണ്ടാമത്തത് പോളാർ ഫോം. ഇതേ കാര്യം 3 ഡയമെൻഷനോട് വന്നാൽ 3 ഡയമെൻഷനിൽ ഒരു പോയിന്റിനെ 3 രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. വൺ ഈസ് കാർട്ടീഷ്യൻ, സെക്കൻഡ് വൺ ഈസ് സിലിണ്ടറിക്കൽ, തേർഡ് വൺ ഈസ് സ്ഫെറിക്കൽ. ഇപ്പൊ നമ്മുടെ ഫോക്കസ് 2 ഡയമെൻഷനിലല്ല, 3 ഡയമെൻഷനിലാണ്. 3 ഡയമെൻഷനിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ 3 രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. കാർട്ടീഷ്യൻ ഫോമില്, സിലിണ്ടറിക്കൽ ഫോമില്, സ്ഫെറിക്കൽ ഫോമിൽ. അപ്പൊ ഈ റെപ്രസെന്റേഷൻസ് എന്താണെന്നുള്ളത് അറിയണം. എങ്ങനെ ഈ ഓരോ ഫോമിൽ മറ്റുള്ള ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറയണം. അപ്പൊ ആദ്യത്തെ കേസ് നമുക്ക് കാർട്ടീഷ്യൻ തന്നെ എടുക്കാം. കാർട്ടീഷ്യനിൽ അറിയാവുന്നതാണ്, ഇത് എക്സ് ആക്സ്, വൈ ആക്സ്, സെഡ് ആക്സിസ്. ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ 3 നമ്പേഴ്സ് ടേംസിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട്, എക്സ്, വൈ, സെഡ്. എന്തായിരുന്നു എക്സും വൈയും സെഡും? ആദ്യം ഈ പോയിന്റിനെ നേരെ താഴേക്ക് ഡ്രോപ്പ് ചെയ്യും ടു എക്സ് വൈ പ്ലെയിൻ. അപ്പൊ അത് ഇവിടെ വന്ന് വീഴുന്നു. ഇവിടെ വന്ന് വീഴുമ്പോൾ അത് എക്സ് വൈ പ്ലെയിനിലാണ്. ആ എക്സ് വൈ പ്ലെയിനിലെ ഈ പോയിന്റ് നമ്മൾ 2 നമ്പേഴ്സിന്റെ ടേംസിൽ പറയാറുണ്ട്. അതിന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർസ് വരയ്ക്കും. എന്നിട്ട് ഈ പോയിന്റ് ഏതോ അതാണ് ഇതിന്റെ ഫസ്റ്റ് കോർഡിനേറ്റ്, എക്സ് കോർഡിനേറ്റ്. ഈ പോയിന്റ് ഏതോ അതാണ് ഇതിന്റെ സെക്കൻഡ് കോർഡിനേറ്റ്, അതായത് വൈ കോർഡിനേറ്റ്. അല്ലെങ്കിൽ ഈ പോയിന്റ് ശരിക്കും ഓർഡിനേറ്റ് പെയർ എക്സ് വൈ ആ. ഇനി ഈ ഹൈറ്റ് സെഡ്, അല്ലെങ്കിൽ ഇവിടെ നേരെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതേതോ അതിന് കറസ്പോണ്ടിങ് ആണ് ഇത് വരുന്നത് സെഡ്. അപ്പൊ ശരിക്കും ഇങ്ങനെയും വേണമെങ്കിൽ പറയാം, ദിസ് ഇസ് എക്സ്, ഇത് വൈ, ഈ ഹൈറ്റ് ഏതായി സെഡ് വൈ. സോ ദിസ് പോയിന്റ് ഇസ് എക്സ് വൈ സെഡ്. ഇതാണ് കാർട്ടീഷ്യൻ ഫോം. ഇതാണ് നമ്മൾ ഇതുവരെ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ പറയുന്നു അതേ പോയിന്റിനെ നമുക്ക് വേറെയും രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. ആദ്യത്തത് സിലിണ്ടറിക്കൽ.
ശരി, സെയിം പോയിന്റ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലോട്ട് വന്നാൽ എന്താണ് ചേഞ്ച്? പോയിന്റ് നമുക്ക് വേണേ ആ പോയിന്റ് പി നമുക്ക് വിളിക്കാം. പി. വീണ്ടും അതേ കാര്യം തന്നെ ചെയ്ത് നേരെ താഴേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ഹൈറ്റ് ഇല്ലേ, അത് തേർഡ് കോർഡിനേറ്റ്, ദാറ്റ് ഈസ് Z. ഇവിടെ വന്ന് വീണില്ലേ, ഇവിടെ വന്ന് വീണത് XY പ്ലെയിനിലല്ലേ. XY പ്ലെയിനില് ഈ പോയിന്റ് നമ്മള് ഓർഡേഡ് പെയർ XY അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ഫോം അല്ലാതെ പോളാർ ഫോമിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ടല്ലോ, R and theta. എങ്ങനെയാ R theta എന്ന ആ പോയിന്റ് റെപ്രസെന്റ് ചെയ്യാറ്? എന്തായിരുന്നു അവിടെ R? ഇത് ഈ ലെങ്ത് ആണ്. എന്തായിരുന്നു തീറ്റ? ഈ റേഡിയൻ ലൈൻ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് x ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയിരുന്നു തീറ്റ. അപ്പൊ ഈ പോയിന്റ് R തീറ്റ എന്നും ഈ ഹൈറ്റ് Z ഉം, സോ ഈ പോയിന്റ് വേണം നമുക്ക് R തീറ്റ Z എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് സിലിണ്ടറിക്കൽ റെപ്രസെന്റേഷൻ എന്ന് വിളിക്കുന്നത്. സോ കാർട്ടീഷ്യൻ റെപ്രസെന്റേഷനില് x y z ആണ് നമ്മൾ എടുക്കാറ്. സിലിണ്ടറിക്കൽ റെപ്രസെന്റേഷനില് R തീറ്റ ആൻഡ് Z. അപ്പൊ തീർച്ചയായും ഈ ഇവര് തമ്മിൽ ഒരു കണക്ഷൻ വേണ്ടേ? എന്താ കണക്ഷൻ? ഈ എക്സും R തീറ്റ എന്ന് പറഞ്ഞ പോളാർ ഫോം ആണ്. ഈ പോയിന്റ് ടു ഡയമെൻഷനിൽ തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. എന്താ റിലേഷൻ? x is equal to R cos theta and y is equal to R sin theta. മൂന്നാമത്തെ കോർഡിനേറ്റ് Z അല്ലേ, Z is Z. അല്ലെങ്കിൽ x square plus y square is R square, അത് പറയാം. രണ്ടുകൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ tan theta is equal to y by x, അത് പറയാം. അപ്പോൾ കാർട്ടീഷ്യനും സിലിണ്ടറിക്കലും തമ്മിൽ ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. എക്സ് വൈ എന്നുള്ളത് ഇവിടെ കാർട്ടീഷ്യനിൽ എടുക്കുന്നതിന് പകരം ഇവിടെ എടുക്കുന്ന ഇതിലാണ്, പോളാറാണ്. സോ ആർ തീറ്റ Z. ഇനി സെയിം പോയിന്റിനെ സ്ഫിറിക്കൽ കോർഡിനേറ്റ്സിൽ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് x ആക്സിസ്, y ആക്സിസ്, z ആക്സിസ്, ഇതാണ് പോയിന്റ്. സ്ഫിറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ എടുക്കുന്ന ഈ സെയിം പോയിന്റ് റെപ്രസെന്റ് ചെയ്യാൻ എടുക്കുന്ന നമ്പേഴ്സ് റോ, ഫൈ ആൻഡ് തീറ്റ. അപ്പൊ ഇതിൽ മൂന്ന് ടൈപ്പിലും ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാവുന്നത് ഇത് തന്നെയാണ്, സ്ഫിറിക്കൽ കോർഡിനേറ്റ്സ് ആണ്. ശരി, ഇവിടെ എന്താ റോയും ഫൈയും തീറ്റയും? റോ എന്ന് പറയുന്നത് ഈ പോയിന്റും ഒറിജിനുമായിട്ട് ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ ലെങ്ത് ആണ്. ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ആണ് റോ. ദിസ് ഇസ് റോ. ആൻഡ് ഫൈ ഈ ആംഗിൾ ആണ്. റേഡിയൽ ലൈൻ അല്ലെങ്കിൽ പി എന്ന് പറയുന്ന പോയിന്റ്, നമ്മൾ എല്ലാത്തിലും പി നടത്തും. പി എന്ന് പറഞ്ഞ പോയിന്റ് ഒറിജിനുമായിട്ട് ജോയിൻ ചെയ്യുന്ന ലൈൻ പോസിറ്റീവ് z ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഇത് ഫൈ. So phi the value always lies between 0 and pi. കാരണം ഇങ്ങനെ അറ്റത്തുള്ള പോയിന്റ് ആണ് ഏത് വരുന്നത്, ആ ആംഗിൾ പൈ വരുള്ളൂ. ഇനി മൂന്നാമത്തെ കോർഡിനേറ്റ് തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ഇവിടെയൊക്കെയും പറഞ്ഞിരിക്കുന്ന തീറ്റ തന്നെയാണ്. ഇവിടെ നേരെ താഴേക്ക് എടുക്കാം, ഇവിടെ വന്ന് വീഴും. ഇവിടെ ഇങ്ങോട്ട് നമ്മൾ സാധാരണ അതിനെ R എന്നാണ് വിളിക്കാറ്. ഈ ആംഗിൾ അതിനെയാണ് തീറ്റ എന്ന് എടുത്തിരുന്നത്, ആ തീറ്റ തന്നെയാണ് ഇവിടെ. സ്ഫിറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ മൂന്ന് നമ്പേഴ്സ്: റോ, the distance from the origin; phi, the angle made by the line OP with positive z axis; theta, പോളാർ ഫോമിൽ എടുത്തിരുന്ന തീറ്റ തന്നെ, അതായത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടു ഡയമെൻഷനുള്ള പോയിന്റിന്റെ പോളാർ ഫോമിലെ തീറ്റ തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. ഇനിയുള്ള പ്രശ്നം, ഈ സ്ഫിറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യും? നിങ്ങളോട് നോക്കിയാൽ ഈ വരച്ചിരിക്കുന്ന പിക്ചറിൽ കുറെ റൈറ്റ് ട്രയാങ്കിൾസ് ഉണ്ട്. ദിസ് ഇസ് എ റൈറ്റ് ട്രയാങ്കിൾ.
ഇതും റൈറ്റ് ട്രയാങ്കിൾ ആണ്. അങ്ങനെ വരുമ്പോ ഈ ആംഗിൾ ഇത് ഫൈ ആണ്. അപ്പൊ ഇത് 90 മൈനസ് 5 എന്ന്. സോ ഈ ട്രയാങ്കിളിൽ റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇതാണ് 90. സോ ഓപ്പോസിറ്റ് സൈഡ് റോ. ഈ ആംഗിൾ 90 മൈനസ് 5. അങ്ങനെ വരുമ്പോൾ ഈ ആംഗിൾ വീണ്ടും ഏതായി 5 ആയി. സോ അവിടുന്ന് നമുക്ക് കിട്ടും ഈ ഹൈറ്റ്, അതായത് നമ്മുടെ സാധാരണ കേസിൽ കർട്ടീഷ്യൻ ഫോമിൽ പറയുന്നത് z is equal to rho cos phi, അല്ലെങ്കിൽ ഈ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ദ ഹൈപ്പോട്ടന്യൂസ് is equal to cos phi വരും. adjacent side ആണ്, phi യുടെ adjacent side ആണ്. so adjacent side divided by hypotenuse is equal to cos of the angle ആണ്. so cos phi is equal to z by rho വരും. z is equal to rho cos phi. ഇതേപോലെ ഈ ലെങ്ത്, that is r, so r is equal to rho sin phi. so z is rho cos phi, r is rho sin phi. Then what is x and y? so x is equal to r cos theta. r ഇവിടെ rho sin phi ആണ്. so rho sin phi cos theta. and y is equal to r sin theta. so rho sin phi sin theta. ഇതിന്റെ കൂടെ ചേർത്ത് വയ്ക്കാവുന്ന രണ്ട് കേസുകൾ, ഒന്ന് x square plus y square plus z square, അതായത് x square plus y square plus z square. ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് വേണമെങ്കിൽ നോക്കാം. അല്ലെങ്കിലും ഈ പോയിന്റിന്റെ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ, ഈ പോയിന്റ് കാർട്ടീഷ്യൻ ഫോമിലാണെങ്കിൽ that is xyz. xyz ന്റെ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ എന്താ? root of x square plus y square plus z square. ഇതിന്റെ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ എന്താ? സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിൽ rho ആണ്. so rho is equal to root of x square plus y square plus z square, or rho square is equal to x square plus y square plus z square. അപ്പോൾ നമുക്ക് ഇവിടെ കണക്ഷൻ ആയി. ഇതേപോലെ ഇവിടെയും നമുക്കറിയാം r square is equal to x square plus y square. 3 ഡയമെൻഷനിലെ ഏത് പോയിന്റിനെയും നമുക്ക് 3 നമ്പേഴ്സിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാം. പക്ഷെ അത് തന്നെ 3 രീതി. ഒന്ന് കാർട്ടീഷ്യൻ ഫോം, അതിൽ x y z എന്നുള്ള റെപ്രസെന്റേഷൻ അറിയാം. എന്താണ് x y z എന്നുള്ളത് പല കേസുകളായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. രണ്ടാമത്തെ സിലിണ്ടറിക്കൽ ഫോം, അതിൽ x ഉം y ഉം അല്ല, പകരം r theta and z. എന്താ r ഉം theta? ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് വൈ പ്ലെയിനിലുള്ള പോയിന്റിന്റെ പോളാർ റെപ്രസെന്റേഷൻ ആണ് r theta. so r theta and z is the height. എന്താ ഇവിടെയുള്ള കണക്ഷൻ? x is equal to r cos theta and y is equal to r sin theta. ഇതേപോലെ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിൽ 3 നമ്പേഴ്സ് rho phi theta ആണ്. അറിഞ്ഞിരിക്കണം കൃത്യമായി. rho is the distance from the origin, phi is the angle made by the line OP with positive z axis, and theta ഇവിടെയൊക്കെ പറഞ്ഞ അതേപോലെ തന്നെയുള്ള theta ആണ്. അത് നേരെ xy പ്ലെയിനിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ, അതായത് റേഡിയൽ ലൈൻ പോസിറ്റീവ് x ആക്സിസ് ആയിട്ട് മേക്കുന്ന ആംഗിൾ ആണ് theta. എന്താ ഇവർ കണക്ട് ചെയ്യുന്ന റിലേഷൻ? x is equal to rho sin phi cos theta, y is equal to rho sin phi sin theta, and z is equal to rho cos phi. Also x square plus y square plus z square is rho square. ഇവിടെയാണെങ്കിൽ x square plus y square is r square. ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ
3π/4 3 is expressed in cylindrical coordinates എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ cylindrical coordinatesൽ r, തീറ്റ ആൻഡ് z ആണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3π/4 and 3. അപ്പോൾ അവിടുന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി r is equal to 3, theta is equal to π/4 and z is equal to 3. ഇനി കാർട്ടീഷ്യനിലോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ടത് എക്സും വൈയും സെഡും ആണ്. സെഡ് ഓൾറെഡി ഇപ്പോൾ കിട്ടിയല്ലോ, സെഡ് കിട്ടി, അപ്പോൾ അത് ഡൺ. ഇനി എക്സ് ആണ്. നമ്മളവിടെയുള്ള റിലേഷൻ എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ആൻഡ് വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ. സോ എക്സ് ഇസ് 3 കോസ് π/4, ദാറ്റ് ഇസ് 3/√2. ഇതേപോലെ y is 3 sin π/4, that is 3/√2. Therefore points വരുന്നത് x is equal to 3/√2, y is equal to 3/√2 and z is equal to 3. അല്ലെങ്കിൽ 3/√2, 3/√2 and 3 is corresponding Cartesian coordinates. Now example 2. The point -√2, √2 is expressed in rectangular coordinates. ഇത് തന്നിരിക്കുന്ന x, y, z ആണ്. So x, y, z is -√2 or √2, 2. That is x is -√2, y is √2 and z is 2. നമുക്ക് എന്താ വേണ്ടേ? ഇത് ഫൈൻഡ് ഇറ്റ്സ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്. അപ്പോൾ ആർ തീറ്റ സെഡിലോട്ട് മാറ്റണം. അപ്പോൾ അതിൽ കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ പോലെ തന്നെ സെഡ് കിട്ടി. ഇനി ആറും തീറ്റയും വേണം. ആറ് എങ്ങനെയാണ് നമ്മൾ കാണാം? റിലേഷൻ ആർ ഇസ് എക്സ് കോസ് തീറ്റ, വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ. അതിനേക്കാൾ ആറാവുണ്ടെങ്കിൽ ആർ സ്ക്വയർ ഇസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. So that is equal to 2 plus 2, 4i. So r is equal to plus or minus 2 ri. Now theta കാണാൻ വേണ്ടിയിട്ടുള്ള relation tan theta is equal to y by x. So this is √2 by √2, that is -1. So theta -1 ആവുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെ പോയിന്റ്സിൽ തീറ്റയുടെ വാല്യൂ മൈനസ് ആവും? π minus π/4, π plus π/4. അതെങ്ങനെയാണെന്നുള്ള ചെറിയൊരു സംശയം ഉണ്ടാവും, വലിയ പ്രശ്നമില്ല. π/4 ആകുമ്പോൾ ടാൻ്റെ വാല്യൂ 1 ആണ്. ടാൻ്റെ വാല്യൂ പിന്നെയും 1 ആവുന്ന വേറെയും കേസുണ്ട്, ഇവിടെയും 1 ആണ്. സോ ഞാൻ എഴുതിയിൽ ചെറിയ തെറ്റുണ്ട്. ഓക്കെ, അത് കറക്റ്റ് ചെയ്യാം. ഇവിടെ ഈ രണ്ട് കേസിൽ ടാൻ്റെ വാല്യൂ -1 ആണ്. സെക്കൻഡ് ക്വാർട്ടറിലും ഫോർത്ത് ക്വാർട്ടറിലും ആണ് ടാൻ നെഗറ്റീവ് ആയിട്ടുള്ളത്. ഏതാ ഈ ആംഗിൾ? ദസ് ആംഗിൾ ഇസ് π minus π/4. അതാണ് നമുക്ക് ഒരു കേസ് എഴുതിയത്, ദാറ്റ് ഈസ് π minus π/4. ഇനി അടുത്തതാണ് ഈ ആംഗിളാണ്. ഏതാ ആംഗിൾ? ദാറ്റ് ഈസ് 2π minus π/4. അപ്പോൾ ഞാൻ എഴുതിയ രണ്ടാമത്തെ ഞാൻ കറക്റ്റ് ചെയ്യാണ്, π minus π/4. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 3π/4, 7π/4 എന്ന് വരും. അപ്പോൾ തീറ്റയ്ക്ക് രണ്ട് പോസിബിൾ വാല്യൂസ് വന്നു, ആറും രണ്ട് പോസിബിൾ വാല്യൂസ് വന്നു. അപ്പോൾ ഇതിൽ ചെറിയൊരു പോയിന്റ് ബാക്കിയുണ്ട്. അതായത് ഈ പോയിന്റ് എവിടെയാണെന്നുള്ളത് എക്സാക്ട്ലി നമുക്കൊന്ന് സ്പോട്ട് ചെയ്യാം. സപ്പോസ് ദിസ് ഇസ് എക്സ് ആക്സിസ്, എക്സ് ആക്സിസ് ഇങ്ങോട്ട് ബാക്കോട്ടുണ്ട്. ഇത് y ആക്സ്. ഈ പോയിന്റിൽ എക്സ്, വൈ ആൻഡ് സെഡ് ആക്സസ്. എക്സ് -√2, അപ്പം നെഗറ്റീവ് ഇവിടെ എവിടെയോ ആണ്. ആൻഡ് വൈ ഇസ് √2, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പിടിക്കാം. സെഡ് ഇസ് 2. അപ്പോൾ ശരിക്കും ഈ പോയിന്റ് അറ്റ് ഹൈറ്റ് 2 ആണ്. സോ ഹൈറ്റ് 2. ഇവിടെ നേരെ താഴേക്ക് നമ്മൾ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്താൽ ഇവിടെ പ്ലെയിനിലൊരു പോയിന്റിൽ വന്ന് വീഴും. ഈ ഹൈറ്റ് ഇസ് 2. എന്നിട്ട് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കാം, ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കാം. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം.
ഈ ആംഗിൾ 90, ഈ ആംഗിൾ 90. ഇതിപ്പോൾ കിടക്കുന്ന പോയിന്റ് ശരിക്ക് സെക്കൻഡ് ഒക്ടൻ എന്നാണ് നമ്മളതിനെ പറയുക സാധാരണ. ഇവിടെ എക്സ് നെഗറ്റീവാണ്. അപ്പോൾ ഈ പോയിന്റ് ആർ എന്ന് പറയുന്നത് ഇതാണ് ആറ്. ഈ ആംഗിളാണ് തീറ്റ. പോസിറ്റീവ് എക്സ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. സോ ആ പോയിന്റ് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ആ പോയിന്റ് സോ 2 3 pi by 4 and z is 2. ഇങ്ങനെ പറയാം. ആറിൻ്റെ വാല്യൂ 2, അതായത് പോസിറ്റീവ് ഡയറക്ഷനിൽ ഇങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാൻ. ശരിക്കും ആ പോയിന്റിലോട്ട് എത്താൻ പോസിറ്റീവ് ഡയറക്ഷനിൽ 2 ഡിസ്റ്റൻസ് മൂവ് ചെയ്യുക. എന്നിട്ടൊന്ന് കറങ്ങുക. എത്ര കറങ്ങണം? ത്രൂ ആൻ ആംഗിൾ 3 pi by 4 ഇവിടെ എത്തി. എന്നിട്ട് നേരെ പൊങ്ങ മുകളിലോട്ട് 2 ഹൈറ്റ്. സോ ദാറ്റ് ഇസ് ദ പോയിന്റ് 2 3 pi by 4 2. അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇനി അല്ലെങ്കിൽ ദ സെയിം പോയിന്റ് നമുക്ക് ഇങ്ങനെയും പറയാം. -2 7 pi by 4 2. അതെങ്ങനെയാണ്? -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എക്സിൻ്റെ നെഗറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുക ഇങ്ങനെ. എന്നിട്ട് എത്ര കറങ്ങണം അവിടുന്ന്? ഒരു -2 ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ട് മൊത്തമായിട്ടൊന്ന് കറങ്ങുക. എത്രമാത്രം കറങ്ങേണ്ടി വരും? 2π - π by 4 അത്രയും ആംഗിളിൽ കറങ്ങണം. അതായത് ഇത്രയും ആംഗിളിൽ നിങ്ങൾ കറങ്ങണം. എന്നാലാണ് നമുക്ക് ഏത് പോയിന്റിൽ എത്തുക? ഇവിടെ എത്തുക. ഇവിടെ എത്തി ഇവിടുന്ന് ഇങ്ങനെ -2 മൂവ് ചെയ്തിട്ട് 2π - π by 4 കറങ്ങിയാൽ ഇവിടെ എത്തി. പിന്നെ പൊന്തണം 2 യൂണിറ്റ്സ് മുകളിലേക്ക്. അപ്പോൾ രണ്ട് രീതിയിൽ പറയാം ദ സെയിം പോയിന്റ്. വൺ ഇസ് ആറ് പോസിറ്റീവ്, രണ്ടാമത്തെ ആറ് നെഗറ്റീവ്. ഇനിയും ചെറിയ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് കൺഫ്യൂഷൻ്റെ മെയിൻ കാരണം ഈ ആർ തീറ്റയുടെ നമുക്ക് സെഡിന് വേണമെങ്കിൽ മറക്കാം. എന്നിട്ട് ആർ തീറ്റ മാത്രം നോക്കിയാൽ നമുക്ക് ആ പോയിന്റ് രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാമെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇപ്പം ഇനി വരയ്ക്കാൻ പോകുന്ന ആർ തീറ്റ മാത്രമേ ഉള്ളൂ. ഏത് പ്ലെയിൻ ഇല്ല, സെഡ് ആക്സ് ഇല്ല. ഓക്കെ, ആർ തീറ്റ എന്ന് പറയുന്നത് രണ്ട് പോസിബിലിറ്റി 2 3 pi by 4 ആൻഡ് -2 7 pi by 4. ഈ രണ്ട് പോയിന്റ്സും എവിടെയാണ്? ഞാൻ രണ്ട് പോയിന്റ്സ് എന്ന് പറഞ്ഞു, പക്ഷെ രണ്ട് പോയിന്റിൽ ഒറ്റ പോയിന്റാണ്. എവിടെയാണ് ആ പോയിന്റ്? ഒന്ന് ചിന്തിക്കൂ. ദിസ് ഇസ് ഒറിജിൻ. ഇത് XY പ്ലെയിൻ ആയ ഇത് എക്സ് ആക്സിസ്, ഇത് ഏതാണ്? Y ആക്സിസ്. ശരി, നമ്മൾ പോകുന്നത് ബാക്കോട്ടാണ്. 3 ഡയമെൻഷൻ അല്ല, കുറച്ച് മുന്നേ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്, അതിലേക്കാണ്. ആർ എന്ന് പറഞ്ഞാൽ 2 3 pi by 4. അപ്പോൾ ഈ പോയിന്റ് ഒന്ന് 2 ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുക. എന്നിട്ടൊരു 3 pi by 4 ആംഗിളിൽ കറങ്ങുക. നിങ്ങൾ ഈ പോയിന്റിലെത്തും. അല്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്നത് ഈ ഒറിജിൻ എന്ന് പറഞ്ഞ പോയിന്റ് ഒന്ന് -2 ഡിസ്റ്റൻസിൽ ബാക്കോട്ട് പോവുക. -2 ഡിസ്റ്റൻസിൽ ബാക്കോട്ട് പോവുക. എന്നിട്ട് കറങ്ങുക. അവിടുന്ന് എത്ര കറങ്ങണം? പോസിറ്റീവ് ഡയറക്ഷനിലാണ് കറങ്ങുന്നതെങ്കിൽ അതായത് 7 pi by 4 കറങ്ങണം. അല്ലെങ്കിൽ നേരെ ബാക്കോട്ട് കറങ്ങിയാൽ മതി, -pi by 4 എന്ന് പറയും. അപ്പോൾ ഈ പോയിന്റിനെ ഇപ്പോൾ ഞാൻ രണ്ട് രീതിയിൽ പറഞ്ഞാലും രണ്ടും എന്ത് തന്നെയാണ്? സെയിം പോയിന്റ്. ആദ്യം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ പറഞ്ഞപ്പോഴും സെയിം പോയിന്റ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരേ പോയിന്റിന് നമ്മൾ 2 3 pi by 4 എന്നും -2 7 pi by 4 എന്നും എഴുതാം. XY പ്ലെയിനിലെ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്ന പോയിന്റ് ആണ്. ഇനിയാണ് സെഡിന്റെ വാല്യൂ 2 കൂടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഹൈറ്റിലുള്ള പോയിന്റായി ഈ പോയിന്റ് എത്തി. അതിനപ്പോൾ ഏതൊക്കെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം? 2 3 pi by 4 2 and -2 7 pi by 4 2. So what is the conclusion? Or 2 3 pi by 4 2 or -2 7 pi by 4 2. ഇത് രണ്ടായാലും സെയിം പോയിന്റ്. Example 3, find an equation in cylindrical coordinates. Cylindrical coordinates എന്ന് പറയുമ്പോൾ r, θ, z-ലുള്ള ഇക്വേഷൻ ആണ് വേണ്ടത്. റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് ആയത് XY Z-ലുള്ള ഇക്വേഷൻസ് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ നോക്കാം. x² + y² = 9z ആണ്. അവിടെ ഉള്ള സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷൻ x = r cos θ, y = r sin θ, and x² + y² is r².
ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു വൈ ബൈ എക്സ്, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ വേണ്ടത് ആറിലും തീറ്റയിലും ഉള്ള എക്സ്പ്രഷനാണ്. അപ്പോൾ ആദ്യത്തെ തന്നെ ഒന്നും നോക്കാനില്ല. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇത് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9z. രണ്ടാമത്തത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് z സ്ക്വയർ, ദാറ്റ് ഇസ് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു z സ്ക്വയർ. മൂന്നാമത്തത് 9x സ്ക്വയർ പ്ലസ് 9y സ്ക്വയർ പ്ലസ് 4z സ്ക്വയർ is equal to 36. So 9 into, so that implies 9 into x square plus y square plus 4z square is equal to 36. That is 9r square plus 4z square is equal to 36. ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്തോ അത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലാണ്. അതിന് നമ്മൾ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സിലെ ഇക്വേഷൻ ആക്കി മാറ്റണം. അതായത് എക്സും വൈയും സെഡിലുള്ള ഇക്വേഷൻ. അപ്പോൾ ആദ്യത്തത് തീറ്റ ഈക്വൽ ടു പൈ ബൈ 4. നമ്മൾ റിലേഷൻ പ്രകാരം തീറ്റയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള റിലേഷൻ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു വൈ ബൈ എക്സ് എന്നാണ്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും തീറ്റ ഈക്വൽ ടു പൈ ബൈ 4 അല്ലേ. സോ തീറ്റ ഇസ് ഈക്വൽ ടു പൈ ബൈ 4. രണ്ട് സൈഡിലും ടാൻ എടുത്തു കഴിഞ്ഞാൽ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ പൈ ബൈ 4. ടാൻ തീറ്റ എന്ന് പറയുന്നത് വൈ ബൈ എക്സ് ആണ്. സോ വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു ടാൻ പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ y ഈക്വൽ ടു എക്സ്. ഇതാണ് നമുക്ക് വേണ്ട ഇക്വേഷൻ. ശരി, ഇനി എൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് ബി പാർട്ട് നോക്കുമ്പോൾ ബി പാർട്ടിൽ ഉള്ളത് കുറച്ചുകൂടി വലിയ ഇക്വേഷനാണ്. ആർ സ്ക്വയർ കോസ് 2 തീറ്റ മൈനസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4. അപ്പോൾ അവിടെ സെഡ് ഉണ്ട്. ഇനി ആ ആർ സ്ക്വയർ കോസ് 2 തീറ്റ മാറ്റണം. നമുക്കറിയാവുന്ന റിലേഷൻസ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു വൈ ബൈ എക്സ്, ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. പക്ഷേ ഈ കോസ് 2 തീറ്റ ഉണ്ടല്ലോ, അത് പ്രശ്നമല്ലേ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ആ കോസ് 2 തീറ്റനെ മാറ്റുകയാണ്. സോ ആർ സ്ക്വയർ ഇൻറ്റു കോസ് 2 തീറ്റ എന്നുള്ളതിനെ നമുക്ക് 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് എഴുതാം. സോ മൈനസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 4. ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ വരും, അല്ലെങ്കിൽ ആർ കോസ് തീറ്റയുടെ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 4. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ കോസ് തീറ്റേനെ നമുക്ക് എക്സ്, സോ ദാറ്റ് ഈസ് 2x സ്ക്വയർ മൈനസ് ആർ സ്ക്വയറിന് നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, കാരണം 2x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇസ് എക്സ് സ്ക്വയർ, പക്ഷേ വൈ സ്ക്വയർ പ്ലസ് അല്ലല്ലോ മൈനസ് അല്ലേ. സോ മൈനസ് വൈ സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 4. ഇതാണ് എക്സിലും വൈയിലും സെഡിലും അതായത് കാർട്ടീഷ്യൻ ഇക്വേഷൻ കറസ്പോണ്ട്. അടുത്ത എക്സാമ്പിൾ, the point 3 pi by 3 pi by 4 is expressed in spherical coordinates. അതിൻ്റെ അർത്ഥം rho, phi and theta. ഇതാണ് തന്നിരിക്കുന്ന 3 pi by 3 pi by 4. നമുക്ക് വേണ്ടത് എക്സ് വൈ സെഡിലോട്ട് പോവുകയാണ്. എക്സ് ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈ cos theta and y is equal to rho sin phi sin theta and z is equal to rho cos phi. X square plus y square plus z square is equal to rho square. x lekelle vende x is equal to rho sin phi cos theta, that is 3 sin pi by 3. Sin pi by 3 is root 3 by 2 into cos pi by 4 1 by root 2, that is 3 root 3 by 2 root 2. ഇതേപോലെ y is equal to rho sin phi sin theta.
രണ്ടും സെയിം തന്നെയല്ലേ വരിക. 3 ഇൻറ്റു സൈൻ 5 that is √3/2 and sin 5/4 അതും എന്ത് തന്നെയാണ് 1/√2 ആണ്. So that is also 3√3/√2. ഇനി നോക്കുന്നത് z ആണ്. Z is rho cos 5, that is 3 into cos pi by 3. Cos pi by 3 value cos 60 is 1/2, so this is 3/2. അപ്പോൾ ഏത് നമ്മളെ കോർഡിനേറ്റ്സ് വരിക x 3√3/2√2, y 3√3/2√2, z 3/2. Spherical, no, Cartesian coordinates. Okay, example, find the Cartesian equation for the following. Also identify the figure. ഒരു 4 ഉണ്ട്. ചിലത് സിലിണ്ടറിക്കൽ ഫോമില്ല, ചിലത് സ്പെറിക്കൽ കോർഡിനേറ്റ്സിലാണ് തന്നിരിക്കുന്നത്. സ്പെറിക്കൽ കോർഡിനേറ്റ്സിലെ ഇക്വേഷൻ ആയിട്ടാണ്. എന്തായാലും നമുക്ക് എക്സിലും വൈയിലും സെഡിലുള്ള ഇക്വേഷൻസ് ആക്കി മാറ്റണം, അത്രേ ഉള്ളൂ. സൊല്യൂഷൻ ഫസ്റ്റ് വൺ z is equal to 4 minus 4r². 0 less than or equal to r less than or equal to 1. ഈ ആറും സെഡും ഒക്കെ വരുന്നത് സിലിണ്ടറിക്കലാണ്. അതിൽ നമുക്ക് എക്സിലേക്കും വൈയിലേക്കും സെഡിലേക്കും മാറ്റണമെങ്കിൽ ഇവിടെയുള്ള r² മാറ്റിയിട്ട് x² plus y² എന്ന് എഴുതിയാൽ മതി. സോ z is equal to 4 minus 4 into x² plus y² with the condition 0 less than or equal to r less than or equal to 1 എന്ന് പറഞ്ഞാൽ 0 less than or equal to x² plus y² is less than or equal to 1. പിന്നെ ഇത് എന്ത് ഫിഗർ ആണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇതേപോലത്തെ കുറേ എണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എക്സ് നമ്മൾ വരയ്ക്കുന്നത് സാധാരണ ആദ്യം എക്സിന് 0 എന്ന് കൊടുക്കും. എക്സിന് 0 എന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുക z is equal to 4 minus y² എന്ന് പറഞ്ഞ പരാബോളയാണ്. സോ ദിസ് ഇസ് ദ പരാബോള 4 minus y². മൈനസ് y² അറിയാം, താഴോട്ട് ഒരു 4ഉം കൂടെ ആഡ് ചെയ്തു. ദിസ് ഇസ് 4 minus y². താഴോട്ടൊക്കെ ഉണ്ട്. ദെൻ y 0 ആകുമ്പോൾ ഇതേപോലെ തന്നെ പരാബോളയാണ് 4 minus x 4 minus 4x² വരും. ഇങ്ങനെയായിരിക്കും പരാബോള വരിക. Then z 0 ആവുന്ന സമയത്ത് x² plus y² is equal to 1. സർക്കിളും കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടെ വരുന്ന പരാബോളോയിഡ് ആണ്, തിരിച്ചുള്ള പരാബോളോയിഡ് ആണ്. x² plus y² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അതിന്റെ താഴേക്ക് ഉണ്ടാവില്ല. x² plus y² 1-നേക്കാൾ വലുതാവും. This is the figure. So paraboloid. രണ്ടാമത്തത് rho is equal to cos 5. ഇത് സ്ഫെറിക്കല. rho എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് x² plus y² plus z² ആ. സോ റൂട്ട് ഓഫ് x² plus ഞാൻ ഇവിടെ കുറച്ചും കൂടി എളുപ്പം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് റൂട്ടൊക്കെ വരില്ലേ, ഞാൻ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈയിങ് ബൈ റോ. ദിസ് ഇംപ്ലൈസ് rho² is equal to rho cos 5. That implies rho² എന്ന് പറഞ്ഞാൽ x² plus y² plus z² is equal to, and rho cos 5 is z. So that is x² plus y² plus z² minus z is equal to 0. And ഈ equation that represents a sphere. പറയാലോ x² plus y² plus z² plus 2ux plus 2vy plus 2wz plus d is equal to 0 എന്ന് പറയുന്നത് സ്ഫിയർ ആണ് വിത്ത് സെന്റർ minus u minus v minus w and radius root of u² plus v² plus w² minus d. Center minus u minus v minus w, radius root of u² plus v² plus w² minus d. ഇവിടെ ഇത് sphere with center
ഇവിടെ സെൻറ്റർ 0, 0, 1/2 ആൻഡ് റേഡിയസ് 1/2 വരിക. അപ്പോൾ അത് ചെയ്തതിൽ ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്, അത് നിങ്ങൾ കറക്റ്റ് ചെയ്യുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, കാരണം ആർ സ്ക്വയർ ഇസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 വിത്ത് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. സ്ഫിയർ വിത്ത് സെൻറ്റർ 0, 0, 0 ആണ്. സ്ഫിയർ center 0, 0, 0 and radius 2. x square plus y square plus z square, x minus a the whole square plus y minus b the whole square plus z minus c the whole square is equal to a square എന്നുള്ള ഫോമാണ്. അപ്പോൾ അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ z ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 എന്ന് വരുന്നുണ്ട്. -1 തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൽ എല്ലാ പോർഷനും വരില്ല. z ഹൈറ്റ് -1നേക്കാൾ താഴെയുള്ള പോർഷൻ മാത്രമേ വരുള്ളൂ. എഴുതുന്ന സമയത്ത് this portion of sphere with center 0, 0, 0 radius 2 below z equal to -1. z -1 ആവുന്നതിൻ്റെ താഴെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ വരുള്ളൂ. ഇത് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിലാണ്. അതിനെ കണ്ടീഷൻ ആക്കാൻ എളുപ്പം. റോ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. സോ ദിസ് ഈസ് x square plus y square plus z square is equal to 9. രണ്ട് സൈഡും സ്ക്വയർ ചെയ്തപ്പോൾ കിട്ടിയത്. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല. 5 ലൈസ് ബിറ്റ്വീൻ π/3 ആൻഡ് 2π/3 ആണ്. അതിനെ നമുക്ക് കണ്ടീഷനിലോട്ട് മാറ്റണം. അതെങ്ങനെയാണ് കണ്ടീഷനിലോട്ട് മാറ്റണേ? 5 ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എളുപ്പമുള്ള കേസ് ആണ് നമുക്ക് z ആണ്. z is equal to rho cos 5 ആണ്. സോ ഇവിടെ 3 cos 5 ആണ്. ശരി. സോ π/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π/3 എന്ന് വന്നാൽ കോസിലോട്ട് കൊണ്ടുപോയാൽ cos π/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു cos 5 ഇസ് ലെസ് ദാൻ ഓർ, എന്തിനാ കോസിലോട്ട് കൊണ്ടുപോയേ? നമുക്ക് z-ലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ്. cos 2π/3. ഇനി എന്താ cos π/3യുടെ വാല്യൂ? cos π/3യുടെ വാല്യൂ 1/2 ആൻഡ് cos 2π/3യുടെ വാല്യൂ cos 60, that is 1/2 ആണ്. 1/2 less than or equal to cos 5 less than or equal to cos 2π/3 is pi minus π/3, cos pi minus π/3, that is minus cos π/3, so minus 1/2. 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 3/2 less than or equal to 3 cos 5 less than or equal to minus 3/2, that is 3/2 less than or equal to z less than or equal to minus 3/2. So നമുക്ക് കിട്ടുന്നു ഇതിൻ്റെ കൂടെ 3/2 less than or equal to z less than or equal to minus 3/2. ഇനി പറയൂ, ഇത് എന്താണ്? ഈ x square plus y square plus z square is equal to 9. This is sphere with radius 3. പക്ഷേ ആ സ്ഫിയറിന്റെ കംപ്ലീറ്റ് പോർഷൻ പറ്റില്ല. റേഡിയസ് 3 വരെ പോവാം. ഇവിടെ z-ന്റെ വാല്യൂ ഏതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കേ പറ്റുള്ളൂ? 3/2ൻ്റെയും minus 3/2ൻ്റെയും. So portion of the sphere with center 0, 0, 0, radius 3 and 3/2. No, ഞാൻ എഴുതിയപ്പോൾ തെറ്റിപ്പോയോ? minus 3/2. തിരിച്ചു പറയാനല്ലോ. minus 3/2 less than or equal to z less than or equal to 3/2. കാരണം cos 2π/3യുടെ വാല്യൂ നെഗറ്റീവ്. അപ്പോൾ നമ്മളിവിടെ ഇനീക്വാളിറ്റി എഴുതുന്ന സമയത്ത് നേരെ തിരിച്ചാണ് എഴുതേണ്ടത്. എന്തായാലും ഞാൻ അങ്ങനെ എഴുതിപ്പോയി. അപ്പോൾ അത് നിങ്ങളായിട്ട് കറക്റ്റ് ചെയ്യുക. ഈ പോർഷനിൽ അത് റിവേഴ്സ് ഓർഡറിലാണ് എഴുതേണ്ടത്. ഞാൻ പെട്ടെന്ന് അവിടെ തിരിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഫൈനലി നമുക്ക് കിട്ടുന്ന z, ദ ഹൈറ്റ്, ആ സ്ഫിയറിൻ്റെ മൊത്തം പോർഷൻ വരില്ല. z ശരിക്ക് -3 മുതൽ 3 വരെ വേരി ചെയ്യാം z. പക്ഷെ അതിൽ -3/2 മുതൽ 3/2 വരെ മാത്രമേ ഇതിൽ z കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു റൗണ്ട് വത്തൊക്കെ എടുത്തിട്ട് അടിഭാഗം കുറച്ച് കട്ട് ചെയ്യുക, മുകളിലത്തെ ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഷേപ്പ് എന്തോ അതായിരിക്കും ഈ ഷേപ്പ് വരിക. ഇനി നമുക്ക് നോക്കാം ചില കേസുകൾ. അതായത് ഈ പറഞ്ഞ നമ്മളെ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ, അത് ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ എക്സ് വൈ സെഡ് ആയാലും അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ r, θ, z ആയാലും
അതേപോലെ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിൽ റോ, ഫൈ, തീറ്റ ഇവരൊക്കെ കോൺസ്റ്റന്റ് ആവുന്ന കേസിൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര പോയിന്റ്സ് ഉണ്ടാവും, ഏതൊക്കെയായിരിക്കും ആ പോയിന്റ്സ്? അപ്പോൾ ഇത് നമുക്കറിയാവുന്ന ആദ്യത്തെ കേസ്, when x is equal to constant in three-dimensional plane, y-ഉം z-ഉം വേരി ചെയ്യാം. So we get a plane which is parallel to yz plane. yz plane parallel ആയിട്ട് ഇങ്ങനെ ഒരു പ്ലെയിൻ കിട്ടും. This is when x is equal to constant. ഇതേപോലെ y കോൺസ്റ്റന്റ് ആകുമ്പോൾ y ആ കോൺസ്റ്റന്റ് വാല്യൂവിന് അനുസരിച്ച് എക്സ് സെഡ് പ്ലെയിനിന് പാരലൽ ആയിട്ട് ഇതുപോലെ ഒരു പ്ലെയിൻ വരും. ഇതുപോലെ z is equal to constant ആകുമ്പോൾ അടുത്ത പ്ലെയിൻ വരും z 0 അല്ലെങ്കിൽ എക്സ് വൈ പ്ലെയിനിന് പാരലൽ ആയിക്കോട്ടെ. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതേപോലെ അടുത്ത കേസുകൾ നോക്കുക. ബാക്കിയുള്ളവർ കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത് ഇത് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന കേസാണ്. അടുത്തത് നോക്കുക. തീറ്റ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആവുന്നു. തീറ്റ കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിനെങ്ങനെ നേരെ താഴേക്ക്, ഏത് പോയിന്റ് എടുത്താലും നേരെ താഴേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അത് പോസിറ്റീവ് എക്സ് ആക്സും ആയിട്ട്, അതും ഒറിജിനും കൂടെ ജോയിൻ ചെയ്യുന്ന ലൈൻ പോസിറ്റീവ് എക്സ് ആക്സും ആയിട്ട് മേക്കുന്ന ആംഗിളാണ്. അതൊരു π/4 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പോയിന്റ്സ് ഉണ്ടാവും? ഈ പോയിന്റുകൾക്കൊക്കെയും അത് തന്നെ അവസ്ഥ. ഇതൊരു പ്ലെയിൻ ആണ്, ഇത് പ്ലെയിൻ, ഇങ്ങനെ ഇങ്ങോട്ട് പോരുകയാണ്. അതിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ താഴോട്ട് വരച്ചു കഴിഞ്ഞാൽ, താഴോട്ട് എക്സ് വൈ പ്ലെയിനിലോട്ട് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന, അതും ഒറിജിനും കൂടെ ജോയിൻ ചെയ്യുന്ന ലൈൻ ഇത് തന്നെയില്ലേ? ഇവരെ എല്ലാ പോയിന്റ്സിനും നിങ്ങൾ ഈ പ്ലെയിനിൽ ഏത് പോയിന്റ് എടുത്തോ അതിനൊക്കെ കറസ്പോണ്ടിങ് തീറ്റയുടെ വാല്യൂസ് സെയിം ആയിരിക്കും. സോ തീറ്റ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലെയിൻ വിച്ച് മേക്സ് ആൻ ആംഗിൾ, ആ തീറ്റ തന്നിരിക്കുന്ന തീറ്റ വിത്ത് പോസിറ്റീവ് എക്സ് ആക്സിസ്. അടുത്ത കേസ് നമുക്ക് നോക്കാം. തീറ്റ മാറിയിട്ട് r is equal to a constant. എന്തായിരുന്നു r ഫോർ എ പോയിന്റ്? ആ പോയിന്റ് ഏത് തന്നെയായാലും നേരെ താഴോട്ട് എടുക്കുന്നു. ഇത് ഈ ലെങ്ത് ആണ് r. ആ ലെങ്ത് കോൺസ്റ്റന്റ് ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള വേരിയബിൾസ് z എന്ത് വേണമെങ്കിലും വരാം, തീറ്റ എന്ത് വേണമെങ്കിലും വരാം, പക്ഷെ ഒറ്റ കണ്ടീഷനുള്ളൂ, r is a constant. r is a constant എന്ന് പറഞ്ഞാൽ ചിലർക്ക് അത് തോന്നും r എന്ന് പറഞ്ഞാൽ x square plus y square is equal to constant എന്ന് പറഞ്ഞാൽ സർക്കിൾ ആണ് ഇൻ എക്സ് വൈ പ്ലെയിൻ. ഇവിടെ z can take any value. അപ്പോൾ എക്സ് വൈ പ്ലെയിനിൽ ഒരു സർക്കിൾ ആണ്, z can take any value എന്ന് പറഞ്ഞാൽ that's a cylinder. So it's a cylinder. So r is equal to constant is a cylinder. ഇനി നോക്കുന്നത് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് കോൺസ്റ്റന്റ് ആവുന്ന കേസാണ്. റോ കോൺസ്റ്റന്റ്, ഫൈ കോൺസ്റ്റന്റ് ഒക്കെ. സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിലോട്ടാണ്. സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിലോട്ട് ഒന്ന് റോ ഇസ് എ കോൺസ്റ്റന്റ്. റോ കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത് റോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ആണ്. ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ഇസ് എ കോൺസ്റ്റന്റ്. അങ്ങനെയുള്ള എത്ര പോയിന്റ്സ് ഉണ്ടാവും? എല്ലാ പോയിന്റ്സും. സർക്കിൾ എന്നൊന്നും പറയാൻ പറ്റില്ല, സ്ഫിയറിലുള്ള എല്ലാ പോയിന്റ്സിനും എന്ത് കോൺസ്റ്റന്റ് ആണ്? ഒറിജിൻ എന്നുള്ള സ്ഫിയർ ഓഫ് എ ഫിക്സഡ് റേഡിയസ്, അതാണ് കറക്റ്റ് ആയിട്ട് പറയുന്നത്. സ്ഫിയർ ഓഫ് ഫിക്സഡ് റേഡിയസ്, സി റേഡിയസ് വരുന്ന സ്ഫിയറിലെ എല്ലാ പോയിന്റ്സിനും ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ സെയിം ആയിരിക്കും. ഇനി അതേപോലെ തന്നെ ഫൈ ഇസ് എ കോൺസ്റ്റന്റ്. ഫൈ ഈക്വൽ ടു കോൺസ്റ്റന്റ് വരുന്നത് പോയിൻറ്റ്സിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോണാണ്. ഇതിൻ്റെ വ്യക്തമായിട്ട് പിക്ചർ കിട്ടണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു പില്ലർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്പിയുടെ തൂണ് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ചുറ്റിയിട്ട് കൈ അതിൻ്റെ മുകളിൽ പിടിച്ചിട്ട് ചുറ്റും കറങ്ങാറുണ്ട് സാധാരണ കുട്ടികൾ, ചെറിയ കുട്ടികളൊക്കെ ചെയ്യാറുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഷേപ്പ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, നിങ്ങളൊരു ആംഗിൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്തുകൊണ്ടാണ് അതിന് ചുറ്റും കറങ്ങുന്നത്. അപ്പോൾ ആ പോയിൻറ്റ്സിന് മൊത്തവും ഫൈയുടെ വാല്യൂ സെഡ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ സെയിം ആയിരിക്കും. അടുത്ത് നോക്കാം. ഡിസ്ക്രൈബ് ദ സെറ്റ് ഓഫ് പോയിന്റ്സ് സാറ്റിസ്ഫൈയിങ് ദ ഫോളോയിങ് ഇക്വേഷൻസ്. ആദ്യത്തെ ഇക്വേഷൻ റോ ഇസ് ഈക്വൽ ടു 2 ആണ്. അതായത് ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ 2. അങ്ങനെയുള്ള പോയിൻറ്റ്സിൻ്റെ കളക്ഷൻ. അതിപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. റോ ഇസ് ഈക്വൽ ടു 2 ആണെങ്കിൽ ഇറ്റ്സ് എ സ്ഫിയർ വിത്ത് സെൻറ്റർ അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് 2. അടുത്ത കേസ് ഫൈ ഇസ് ഈക്വൽ ടു π/6 ആണ്. ഫൈ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് വരുന്ന പോയിൻറ്റ്സിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ സെഡ് ആക്സുമായിട്ട് π/6 ആംഗിൾ മേക്ക് ചെയ്യുന്ന പോയിൻറ്റ്സിൻ്റെ കളക്ഷനാണ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇറ്റ്സ് എ കോൺ വിത്ത് സെമി വെർട്ടിക്കൽ ആംഗിൾ π/6.
നോക്കാം അടുത്ത കേസ്. So rho is equal to 5 and phi is equal to 5 by 6. റോ ഈക്വൽ ടു 5 വരുന്നത് ഒരു സ്ഫിയറിൻ്റെയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു സ്ഫിയറിൻ്റെയാണ്. ഇതൊരു കോണിൻ്റെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോഴോ രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യണം. രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോർഷൻ. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു സ്ഫിയറും കോണും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോർഷൻ ഏതായിരിക്കും? കോൺ എന്ന് പറയുന്നത് ഇങ്ങനെ വരണം. കോൺ ഇതിങ്ങോട്ട് പോകും, ഇവിടെ കൊണ്ട് നിൽക്കുന്നില്ല. കോൺ ഇൻ്റർസെക്ഷൻ ആയിട്ട് വരുന്ന ഇറ്റ്സ് എ സർക്കിൾ ഹിയർ. സോ കൺക്ലൂഡ് ചെയ്യാം, ദിസ് ഇസ് സർക്കിൾ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ്, ഇങ്ങനെ പറയായിരിക്കുമല്ലോ. അപ്പോൾ സ്ഫിയർ എക്സ് സ്ക്വയർ പ്ലസ് അല്ലെങ്കിൽ റോ ഇസ് ഈക്വൽ ടു 5 and con phi is equal to 5 by 6. D നോക്കാം. D is R is equal to 2, Z is equal to 3. R is equal to 2, Z is equal to 3. ഇത് ക്ലിയർ ആണ്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആണ്. ഇത് നമുക്ക് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേപോലെ തന്നെ ചിന്തിക്കാം. ആർ ഇസ് ഈക്വൽ ടു 2 നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആർ ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ ഒരു സിലിണ്ടറാണ്. 2 റേഡിയസ് ബേസ് വരുന്ന സിലിണ്ടറാണ്. ആൻഡ് സെഡ് ഇസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ XY പ്ലെയിനിൽ പാരലായിട്ടുള്ളൊരു പ്ലെയിനാണ്. ഇത് രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കൂ, ഒരു സർക്കിളായിരിക്കും അറ്റ് എ ഹൈറ്റ് 3. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, ഇറ്റ്സ് എ സർക്കിൾ ഓഫ് റേഡിയസ് 2 ഇൻ ദ പ്ലെയിൻ Z ഇസ് ഈക്വൽ ടു 3. അപ്പോൾ സിലിണ്ടറിൻ്റെയും അതേപോലെ പ്ലെയിനിൻ്റെയും Z ഇസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ പ്ലെയിനിൻ്റെയും ഇൻ്റർസെക്ഷനാണ് ഇത് ശരിക്കും വരിക. അടുത്ത കേസ് നോക്കാം. തീറ്റ ഇസ് ഈക്വൽ ടു പൈ ബൈ 6 ആൻഡ് R ഈക്വൽ ടു 3. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ അതേപോലെ ചിന്തിക്കാം. നമ്മൾ കുറേ കേസുകൾ കൺസിഡർ ചെയ്തതാണ്. R ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു സിലിണ്ടറാണ്. ആൻഡ് തീറ്റ ഇസ് ഈക്വൽ ടു പൈ ബൈ 6 അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഒരു പ്ലെയിനാണ് മേക്കിംഗ് ആൻ ആംഗിൾ പൈ ബൈ 6 വിത്ത് എക്സ് ആക്സിസ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഇൻ്റർസെക്ഷൻ എന്താ വരിക? ഇതിൻ്റെ രണ്ടും കൂടി ഇൻ്റർസെക്ഷൻ ആയിട്ട് വരാവുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ആ സ്ട്രെയിറ്റ് ലൈനിൽ ഏത് പോയിൻ്റ് എടുത്താലും ആറിൻ്റെ വാല്യൂ 3 ആയിരിക്കും, തീറ്റയുടെ വാല്യൂ പൈ ബൈ 6 ആയിരിക്കും. So it's a straight line parallel to Z axis. ഇനി അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സിലിണ്ട്രിക്കൽ ആൻഡ് സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് എക്സാമിനേഷനും ക്വസ്റ്റ്യൻസ് വരും, അല്ലാതെ ഈവൻ ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻസിനൊക്കെയും ക്വസ്റ്റ്യൻസ് വരാം, യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസിനും ക്വസ്റ്റ്യൻസ് വരാം. അതിന് മനസ്സിലാക്കിയിട്ടാണ് അത്രയും പ്രോബ്ലംസ് എക്സാമ്പിൾസായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.